പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയൊരു കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. വീണ്ടും നമുക്ക് തിരുവചനത്തിലൂടെ നമ്മുടെ കർത്താവിനെ കൂടുതലായി എങ്ങനെ മഹത്വപ്പെടുത്താൻ കഴിയും, എങ്ങനെ ഈ ലോക ജീവിതയാത്രയിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കഴിയും, ഇതറിയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ രക്ഷകനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇത് ലോക മനുഷ്യർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അറിവില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ദൈവം നമ്മളെ രക്ഷിച്ചത്, വീണ്ടെടുത്തത് തൻ്റെ മഹത്വത്തിന് വേണ്ടിയാകുന്നു എന്നുള്ളത്. പഴയ നിയമത്തിൽ സുവിശേഷം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവചനം അതിൻ്റെ 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 7-ാം വാക്യം: എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. വളരെ വിലപ്പെട്ടൊരു വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്യം? എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. അപ്പോൾ നോക്കണമേ, അവിടെ ഒരു 3 പ്രയോഗങ്ങൾ, അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണത്? ഒന്ന്, എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. ഉണ്ടോ? അത് ഈ 3 ശബ്ദങ്ങളും ഏകദേശം ഒരുപോലെയുള്ള ശബ്ദങ്ങളല്ലേ? എന്തൊക്കെയാണെന്ന് നോക്കിയേ. സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. നോക്കുക, ഈ ശബ്ദങ്ങൾ നമ്മുടെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാൻ കഴിയും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 3 വാക്യങ്ങൾ, ഇവിടെ ഇത് ഒരേ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നുവെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ അത് 3 വാക്യങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കാരണം ഇത് അനേകരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മളെക്കുറിച്ചുള്ള ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് ഉണ്ടാക്കുക എന്ന, നമ്മൾ ഉൽപ്പത്തി 1:26, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. കണ്ടോ? അപ്പോൾ ഒന്ന്, ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള ശബ്ദം വന്നു. രണ്ടാമത്തത് അതിൻ്റെ 27-ാം വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നത് എന്താണ്? ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. കണ്ടോ? അപ്പോൾ ഒന്ന് ഉണ്ടാക്കി, 2 സൃഷ്ടിച്ചു. ഇവിടെ ഉൽപ്പത്തിയിലാണ് കാണുന്നു അല്ലേ? ഇതാ ഇനി 3-ാമത്തെ വാക്യം അതിൻ്റെ 2:7-ലാണ്. 2:7-ാം വാക്യത്തിൽ യഹോവയായ ദൈവം നിലത്ത് പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. കണ്ടോ? നിർമ്മിച്ചു. അപ്പോൾ ഇവിടെ ആ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന, ഒരേ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ 3 വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വേദപണ്ഡിതന്മാരുടെ ഇടയ്ക്ക് വലിയ വലിയ അഭിപ്രായങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവിടെ മനുഷ്യനിലുള്ള 3 ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ വായിക്കണം. ഇതേ കാര്യം നമുക്ക് വേറൊരു സ്ഥലത്തോടെ കാണാൻ കഴിയും. അതും 3 വാക്യങ്ങളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാണെന്നറിയാമോ? നമ്മൾ 139-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 139-ാം സങ്കീർത്തനം അതിൻ്റെ
13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 3 ശബ്ദങ്ങളും വീണ്ടും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. കണ്ടോ, നിർമ്മിച്ചു. ഇനി അതിൻ്റെ 14-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ. കണ്ടോ, സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ രഹസ്യമായി ഉണ്ടാക്കപ്പെടുകയും. ഉണ്ടാക്കി. ഈ 3 കാര്യം 3 വചനങ്ങളിലായിട്ട് ഇവിടെ യെശയ്യാവ് 43:7 പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം കർത്താവ് ഒരു വ്യക്തിയെ വിളിച്ച് വേർപെടുത്തിയെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ 22-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യം, 22-23 പിന്നെ യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ആദ്യ ലൈൻ വിട്ടുകളഞ്ഞു. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ എന്നുള്ള ഒരു കൽപ്പന നമുക്ക് കാണാം. അപ്പോൾ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട, അല്ലെങ്കിൽ സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് എല്ലാ സൃഷ്ടികളുടെയും കർത്തവ്യമാണ്. എന്നാൽ പ്രത്യേകിച്ചും ഇവിടെ നമ്മളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാ നിലയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഒരു വിശ്വാസി എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം, അതാണ് നമ്മുടെ വിഷയം. ഒരു വിശ്വാസിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനൊരു 7 കൂട്ടം കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ആ 7 കൂട്ടത്തിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, സമയത്തിൻ്റെ ലബ്ധത അനുസരിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക? ഇന്ന് അനേകർക്കും അറിവില്ലെങ്കിൽ, അജ്ഞതയാണല്ലോ പാപത്തിൻ്റെ മാതാവ്. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊരിക്കലും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. പലപ്പോഴും പലരും തെറ്റിപ്പോകുന്നത് അജ്ഞത കൊണ്ടാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം. അപ്പോൾ എങ്ങനെ നമുക്കൊരു വിശ്വാസിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? അതിൻ്റെ ഒന്നാമത്തെ ഒരു ഉത്തരം നമുക്ക് വളരെ ലളിതമായി കഴിയുന്നൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടെ തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സങ്കീർത്തനം അതിൻ്റെ 50-ാം അധ്യായം 23-ാം വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കണ്ടോ, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നത്, പാട്ട്. അപ്പോൾ ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നത് എന്താണ്? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ വളരെ ഇന്ന് വിശുദ്ധന്മാർ ഏറ്റവും കുറച്ച് എന്നൊരു കാര്യമാണ് സ്തോത്രം. ചിലരിങ്ങനെ സ്തോത്രം അതൊരു സൂത്രമാണ്. അങ്ങനെയൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ സ്തോത്രം പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി, കർത്താവെ അവിടുന്ന് എന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം, അവിടുന്ന് അങ്ങയുടെ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി എന്നെ തീർത്തതിനായി സ്തോത്രം, എനിക്ക് നിത്യജീവനെ തന്നതിനായി സ്തോത്രം, ജീവനുള്ള പ്രത്യാശ തന്നതിനായി സ്തോത്രം. അങ്ങനെ നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രയാഗമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജൽപ്പനം ചെയ്യുകയായിരിക്കും, അതിലൊന്നും ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ ദേവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 13-ന്റെ 15, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഒരു കൽപ്പനയാണ്, അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഇടവിടാതെ. നമ്മൾ ആരെങ്കിലും ശ്വാസോച്ഛ്വാസം എടുക്കാൻ മറന്നു പോകാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ചെയ്യാനും മറക്കരുത്.
അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണെന്ന് നമ്മൾ മറക്കരുത്. അല്ലേ? 103-ാം സങ്കീർത്തനം 1-2 വാക്യത്തെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ ഒരു ദിവസം അല്ല, ഒരു മണിക്കൂറിൽ കർത്താവിൽ നിന്നും എത്രമാത്രം ഉപകാരങ്ങളെ പ്രാപിക്കുന്നേ. നമ്മൾ അവയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ആ രക്ഷയുടെ പാനമാത്രം എടുത്ത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ മാത്രമേ കഴിയൂ എന്ന് നമ്മൾ 116-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലുമായിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും കടപ്പെട്ടവരാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? നമ്മൾ അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. നമുക്കറിയാം, യഥാർത്ഥത്തിൽ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരുന്ന ദാവീദ് പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണ്? നമ്മൾ 34-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. കണ്ടോ? അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അപ്പോൾ നമ്മുടെ അതിരങ്ങളിൽ സ്തുതിയുണ്ടോ? ഞാനെപ്പോഴും സാധാരണ വിശുദ്ധന്മാരോട് പറയാറുള്ളൊരു കാര്യമാണ്, ഒരു ജയാളിയുടെ അടയാളം അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കും, സ്തോത്രം ചെയ്യുന്നവനായിരിക്കും. അവൻ്റെ അതിരങ്ങളിൽ എപ്പോഴും ഒരു പാട്ടുണ്ടാവും, ഒരു പുതിയ പാട്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവിൽ അവനിങ്ങനെ പാടുന്ന ഒരു സ്വഭാവം വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ നന്ദിയുടെ വലിയൊരു പ്രവാഹം ഉണ്ടാവും. നമ്മൾ 71-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. കണ്ടോ? എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ വായ് തുറന്നാൽ എന്ത് വരും? സ്തുതി വരും. സ്തുതിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് തന്നെ ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 104-ാം സങ്കീർത്തനം അതിൻ്റെ 104-ാം സങ്കീർത്തനത്തിൻ്റെ 100-ാം സങ്കീർത്തനം 100-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം 100-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. അപ്പോൾ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരണം. ഇത് ഭക്തന്മാരോടുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ വ്യവസ്ഥയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെറുതെ ദുഃഖത്തോടെ നിരാശയോടെ പെറുപെറുപ്പോടെയൊക്കെ വന്നാൽ അവിടെ ദൈവനാമം മഹത്വപ്പെടുമോ? നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാ നിലയിലും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. അത് നമുക്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും നമുക്കറിയാമല്ലോ, നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഞാൻ അതന്നെ വായിക്കാം. 5:20 നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. നോക്കണം, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അതും ഒരു കൽപ്പനയാണ്. നമ്മൾ ചിന്തിക്കണം, ഈ കൽപ്പനയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മിടുക്കന്മാരായിട്ട് പലരും നടക്കുന്നത്. എന്നാൽ നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നുണ്ടോ? എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. നമ്മൾ ഈ സ്തോത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നമുക്ക് 69-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 69-ാം സങ്കീർത്തനം അതിൻ്റെ 30-31 വാക്യം വായിക്കുമ്പോൾ, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും, അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. കണ്ടോ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ
ഒരു കാളെ അർപ്പിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നത്. ഒരു കാളെ അർപ്പിക്കണമെങ്കിൽ എന്ത് ചെലവാ? 10,000 ചെലവാ, വലിയ ഭാരിച്ച ചെലവാ. എന്നാൽ ഒരു സ്തോത്രം അർപ്പിക്കാനോ ഒരു ചെലവുമില്ല. അപ്പൊ ഈ കാളെ അർപ്പിക്കുന്നതിനേക്കാളും ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായിരിക്കുന്നത് നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് സ്തുതിക്കുന്നതാണ്. നോക്കുക, എന്നിട്ട് പോലും അത് കഴിയുന്നുണ്ടോ? അപ്പം നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രത്തിൻ്റെ വില പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. കണ്ടോ, എത്ര നല്ല പ്രോത്സാഹനം തരുന്ന, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവാൻ കടപ്പെട്ടവരാണ്. അതേ കൊളോസ്യർ 3:15 അവസാനം, ഈ പാട്ടിൽ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, നന്ദിയുള്ളവരായിരിപ്പിൻ. എന്തായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ഈ നന്ദിയുള്ളൊരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്തോത്രം ചെയ്യാൻ കഴിയൂ. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ എപ്പോഴും നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് കുട്ടിക്കുറ പൗഡറൊന്നും, പോൺസ് പൗഡറൊന്നും ഇടണ്ട. അല്ലാതെ തന്നെ അത് നല്ലതുപോലെ തിളങ്ങും. ഒരു നല്ല സന്തോഷമുള്ള മുഖഭാവം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മൾ ചിന്തിക്കണം. അത് മറ്റുള്ളതൊന്നും ഇട്ട് വരുത്താൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ ഇത്രമാത്രം ഉപകാരങ്ങൾ പ്രാപിക്കുന്നു, എന്നിട്ടും നമുക്ക് ഈ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വളരെ ഗഹനമായ വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. കണ്ടോ, നോക്കുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അതിനു മുൻപ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറയുന്ന ആ വിഷയത്തെ മാത്രം ആസ്പദമാക്കി കേന്ദ്രീകരിച്ച് നിങ്ങളോട് ഈ കാര്യം പറയുക. ശ്രദ്ധിക്കണം, എല്ലാ വിശുദ്ധന്മാരും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സ്തുതിസ്തോത്ര യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് ആഗ്രഹിച്ച ഒരു വലിയ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇതിനോടുള്ള ബന്ധത്തിൽ. അതെന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ അവൻ യാത്ര ചെയ്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ, ഞാൻ ഈ വായിക്കുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങളാണ്. വളരെ ഇതിനോടുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായതുകൊണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. ആരാണ്? 10 കുഷ്ഠരോഗികൾ. നമ്മൾ ചിന്തിക്കണം, കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ കുടുംബവുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അവരുടെ ആരെങ്കിലും മറ്റുള്ളവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവർ വളരെ ദുഃഖിതരാണ്. അവർക്ക് തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിനുപോലും കഴിയുന്നില്ല. അങ്ങനെ ദുഃഖിതരായി വിഷണ്ണരായി കഴിയുമ്പോഴാണ് യേശു ആ വഴിയെ പോകുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. അങ്ങനെ പോകുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ചു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ്റെ കാൽക്കൽ കവിഞ്ഞു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ
ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാനും മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സംഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലായിരുന്ന, ഒരിക്കലും ഇനി തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുവാൻ കഴിയുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതിരുന്ന, പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളുടെ അവസ്ഥ നമുക്കറിയാം, പാളയത്തിന് പുറത്താണ്. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പിന്നെ ഒന്ന് അടുക്കാനോ തൊടാനോ അവർ സ്നേഹിച്ച് അവരുടെ മക്കളെ ഒരു സ്നേഹചുംബനം കൊടുക്കാനോ പറ്റുമോ? തൻ്റെ പ്രിയ ഭാര്യയുമായിട്ട് ഒന്ന് കൈകോർക്കാൻ കഴിയുമോ? ഇല്ല. വളരെ വേദനിച്ച് കഴിഞ്ഞ അവർ കർത്താവിൽ നിന്ന് സൗഖ്യം ലഭിച്ചിട്ടും ഈ 10 പേരിൽ 9 പേരും അവരുടെ വഴിക്ക് പോയി. എന്നാൽ ഒരുവൻ, അവൻ ശമര്യക്കാരനായിരുന്ന, നോക്കുക, അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത് വന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് നന്ദിയുള്ള ഹൃദയമുണ്ടോ? യഥാർത്ഥമായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ സന്തോഷം നമ്മളെ ഭരിക്കുന്നുണ്ടോ? അങ്ങനെ രക്ഷയുടെ സന്തോഷം ആരിലുണ്ടോ അവർക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ ഗഹനമായി ചിന്തിക്കണം. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയണം. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. അവൻ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീണ് നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞതുകൊണ്ട് സംഭവിച്ചെന്നെ അറിയോ? അതിൻ്റെ 19 വാക്യം വായിക്കുന്നത്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, യേശു അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേത് രക്ഷയാ? ഓൾറെഡി അവന് രോഗസൗഖ്യം വന്നു. ആ രോഗസൗഖ്യത്തില അവിടെ പറയുന്നത് ആത്മരക്ഷ. നോക്കുക, നന്ദി പറയുന്നവന് ആത്മരക്ഷ ലഭിക്കും. വളരെ വലിയൊരു കാര്യമാണ്, വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ അടുക്കൽ വന്ന് നന്ദിയുള്ള ഹൃദയവുമായി വന്നാൽ ഈ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നെങ്കിൽ അതെത്ര ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഇതേ ലൂക്കോസിൽ തന്നെ ഈ ആത്മരക്ഷ പ്രാപിച്ച മറ്റൊരു ഭാവനീയായ സഹോദര സംഭവം നമ്മൾ അതിൻ്റെ 7-ാം അധ്യായം വായിക്കുന്നുണ്ട്. ഞാനത് മുഴുവനും വായിക്കുന്നില്ല, ഞാൻ അതിന് ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാം. അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 47 മുതൽ വായിക്കാം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോഹിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഇവിടെ അവൾ പാപിനിയായ സ്ത്രീ, നമുക്കറിയാം, ശിമോൻ എന്ന പരീശൻ്റെ വീട്ടിൽ ഊണിന് വിളിച്ചിരിക്കുക. ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പാപിനിയായ സ്ത്രീ വന്ന് അവൻ്റെ പാദപീഠത്തിലിരുന്ന് തൻ്റെ കണ്ണുനീർ കൊണ്ട് പാദങ്ങൾ കഴുകുകയും തൻ്റെ തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തപ്പോൾ ശിമോൻ്റെ ഉള്ളിൽ അവൻ പറഞ്ഞു, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൻ ഇവിടെ ഓടിച്ചു വിട്ടാനെ. ഇത് കർത്താവ് കണ്ടു. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ശിമോനെ 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തർ വലിയ വൻ തുകയാണ് കടപ്പെട്ടിരുന്നത്, ഒരുത്തരൊരു നിസ്സാര തുകയും. 2 പേർക്ക് യജമാനെ അടച്ചു കൊടുത്തു. ആരായിരിക്കും ഈ യജമാനെ കൂടുതൽ സ്നേഹിക്കുന്നത്? ഒട്ടും താമസിയാതെ ശിമോൻ ഉടനെ ഉത്തരം പറഞ്ഞു. കാരണം അതിന് ഉത്തരം പറയാൻ പ്രയാസമില്ലല്ലോ. അതേ ഉടച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. നോക്കുക, നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ വന്ന സമയം മുതൽ ഇവള് കണ്ണുനീർ കൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകി. നോക്കുക, അവൾക്ക് അധികമായ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയതുകൊണ്ട് അവൾ അധികം സ്നേഹിച്ചു. എന്നിട്ട് അവൾ പറയാണ്, നിൻ്റെ വിശ്വാസം വലിയത്, നീ എന്ത് ചെയ്തു? നീ ആഗ്രഹിച്ച് വന്ന ആ പാപമോചനം നിനക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ നിശ്ചയമായും നമുക്കവിടെ ഈ രക്ഷയുടെ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് എപ്പോഴും നമുക്കായിരിക്കാൻ കഴിയും. ഇന്ന് അനേക വിശുദ്ധന്മാർക്കും യഥാർത്ഥത്തിൽ അവർക്ക് ആ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നെങ്കിലും ആ രക്ഷയുടെ സന്തോഷം അവർ ആസ്വദിക്കുന്നില്ല. കാരണം അവർ ദൈവത്തെ വേണ്ടും വണ്ണം സ്തുതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ
കർത്താവിനെ സ്തുതിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പം അങ്ങനെ മഹത്വപ്പെടുത്തുന്നവരിലൂടെ കർത്താവ് എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മളത് ചിന്തിക്കണം, വളരെ ഗഹനമായി ചിന്തിക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? എനിക്ക് എവിടെയും ഏത് സമയത്തും എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഈ പുതിയ ദിവസം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? എനിക്ക് ലഭിച്ച ഈ രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചും നമ്മൾ നന്ദി പറയാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. എല്ലാ ദൈവമക്കളോടും എനിക്ക് ആത്മാർത്ഥമായിട്ടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ തൻ്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ മഹത്വം നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അനേകം പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ലഭിക്കാത്ത മകൻ ഭാഗ്യമാണ് ഈ തലമുറയിൽ നമുക്ക് ലഭ്യമായത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവത്തെ നമുക്ക് എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ള ഒരു 7 പോയിൻ്റെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ സ്തോത്രം അർപ്പിച്ച്, നമ്മൾ നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കാരണം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ സങ്കീർത്തനം 50:23 വായിച്ചത്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ യഹൂദരോടുള്ള ബന്ധത്തിൽ അവർക്ക് 613 കൽപ്പനകളുള്ളതായിട്ടാണ് വേദശാസ്ത്രികൾ പറയുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ വാക്കുകളും നമ്മൾ അനുസരിക്കാൻ തക്കവണ്ണം കടപ്പെട്ടവരാണ്. നമുക്കുള്ള കൽപ്പനകളെ വാസ്തവത്തിൽ എണ്ണി പറയാനൊന്നും ആർക്കും കഴിയുന്ന വരികയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടല്ലോ, ഈ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ഇതൊക്കെ നമ്മളോടുള്ള ഓരോ കൽപ്പനകളാണ്. നമ്മൾ ആ വചനം പ്രമാണിക്കുന്നുണ്ടോ? നമ്മളവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ സമയം അതിക്രമിക്കാനിടയായിത്തീരും. അതുകൊണ്ട് സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ പറഞ്ഞമല്ലോ, നാളെ ഞാൻ ബാക്കിയുള്ള 6 കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം തരുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രകാശനം തരാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത്, നിർമ്മിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രക്ഷിക്കപ്പെട്ട നമുക്കെങ്കിലും ആ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം. നമുക്കെപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. സ്തോത്രമെന്ന അതരയാഗം ഇടവിടാതെ അർപ്പിപ്പിൻ. ദൈവത്തിൽ നിന്നും പ്രാപിച്ച എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുവിൻ. നമുക്ക് ആ കർത്താവിൻ്റെ കൽപ്പനയെ നിവർത്തിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് നന്മ നേർന്നു ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.